ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ഞാൻ പ്രശ്ന എല്ലാവർക്കും മിനീസ് ഗോർമയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ എല്ലാവരും സുഖമായിരിക്കുന്നു. ഇനി നമുക്കൊരു ചക്കപ്പഴം കൊണ്ടുള്ള കുമ്പിളപ്പം ഉണ്ടാക്കി നോക്കിയാലോ. അതായത് വഴനയിലപ്പം എന്ന് പറയും. വഴനയിലയിൽ വെച്ചാണ് ഇതുണ്ടാക്കുന്നത്. ഇപ്പോൾ ചക്കയുടെ സീസണല്ലേ, അപ്പോൾ ഇത് ഭയങ്കര ടേസ്റ്റാണ്. നമുക്കിതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇത് ഗോതമ്പ് മാവാണ്. നല്ലോണം അമർത്തിയെടുത്ത് 1.5 കപ്പുണ്ട്. അതിൻ്റെ കൂടെ ഒരു മൂന്ന് നല്ല ഏലക്ക നല്ലോണം പൊടിച്ചതും കൂടെ ചേർത്ത് വെച്ചിരിക്കുന്നതിന്. പിന്നെ ചക്കയുണ്ട്. ചക്ക ഒരു 1.25 കപ്പാണ്. ഒരു 280 ഗ്രാം അരിഞ്ഞെടുത്തതാണ്. പിന്നെ 1 കപ്പ് തേങ്ങയുണ്ട്, ഒരു 100 ഗ്രാം വരും. പിന്നെ ഞാൻ മധുരത്തിന് വേണ്ടി കരിപ്പട്ടിയാണ് എടുത്തിരിക്കുന്നത്. അഴുക്കോ മണ്ണോ കല്ലോ ഒന്നുമില്ലാത്ത നല്ല ശുദ്ധമായ കരിപ്പട്ടിയാണ്, അതുകൊണ്ടാണ് എടുത്തത്. നിങ്ങൾക്ക് ശർക്കര എടുക്കാം. അതൊരു 200 ഗ്രാമാണ് എടുത്തിരിക്കുന്നത്, 1.5 കപ്പ്. പിന്നെ 1/2 ടേബിൾ സ്പൂൺ നെയ്യ്. ഈ ചക്ക ഒന്ന് അരച്ച് കൊണ്ടുവരണം. അരച്ചിട്ടാണ് നമ്മളിതിനകത്തോട്ട് ചേർക്കുന്നത്. നിങ്ങളെടുക്കുന്നത് ശർക്കര ആയാലും കരിപ്പട്ടി ആയാലും അത് നല്ല പ്യുവറല്ല, പൊടിയോ മണ്ണോ ഒക്കെ ഉണ്ടെങ്കിൽ 2 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചിട്ട് ഉരുക്കി അരിച്ചെടുത്താൽ മതി. ഇത് നല്ല പ്യുവറായിട്ടുള്ളതാണ്, മണ്ണോ കല്ലോ ഒന്നുമില്ല. അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഉരുക്കാതെ തന്നെ വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ തന്നെ ഇത് ചേർക്കും. ഞാൻ ചക്ക അത് അരച്ച് കൊണ്ടുവന്ന് ഒട്ടും വെള്ളം ചേർക്കാതെ ഒരു ഗ്രൈൻഡറിയിട്ട് നമ്മൾ അരച്ചെടുക്കുന്നതാണ്. ഇതിപ്പോൾ എത്ര ഉണ്ടെന്ന് നോക്കാം. അരച്ചെടുത്തപ്പോൾ ഇത് ഒരു കപ്പിൽ 1 കപ്പോളം ഉണ്ട്. 1 കപ്പ് നിറയില്ല. അപ്പോൾ ഇത് ഈ തേങ്ങയും ശർക്കരയും മാവും ഒരല്പം ഉപ്പും ചേർത്ത് ഗീയും കൂടെ ചേർത്തിട്ട് ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഇതെല്ലാം കൂടെ അങ്ങ് ഇതിനകത്ത് മിക്സ് ചെയ്ത് കുഴച്ചെടുക്കാൻ പോവുകയാണ്. നിങ്ങൾ കുഴയ്ക്കപ്പോൾ അല്പം വെള്ളം പോലെ ഇരിക്കുകയെന്ന് നിങ്ങൾക്ക് അല്പം ലൂസെന്ന് തോന്നിയാൽ ഇത്തിരി ടൈറ്റാകാനായിട്ട് ഒരല്പം 1 ടേബിൾ സ്പൂണോ മാവ് കൂടി ചേർത്ത് കൊടുത്താൽ മതി. ഞാനിതിപ്പോൾ കുഴച്ച് നോക്കണം കേട്ടോ. ഇതെല്ലാം കൂടി ഇട്ട് നേരത്തെ ഞാൻ ചെയ്തപ്പോഴും ഇങ്ങനെ തന്നെ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ടാണ് ഞാൻ ഇതേ അളവിൽ എടുത്തത്. പിന്നെ കരിപ്പട്ടി ആകുമ്പോൾ നല്ല ഹെൽത്തി അല്ലേ, അതുകൊണ്ടാണ് കരിപ്പട്ടി ചേർത്ത്. ശർക്കരയാകുമ്പോൾ കുറച്ചുകൂടി മധുരം ഉണ്ടാവും. ശർക്കരയുടെയും കരിപ്പട്ടിയുടെയും മധുരം രണ്ട് ടൈപ്പ് മധുരമാണത്. സ്പൂൺ കൊണ്ടോ കൈ കൊണ്ടോ നിങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങൾക്ക് കുഴച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ബാക്കി അങ്ങ് കൈ കൊണ്ട് കുഴച്ചെടുക്കാൻ പോവുകയാണ്, സ്പൂൺ മാറ്റിയ ശേഷം. അപ്പോൾ ഞാനിതാ കുഴച്ച് കഴിഞ്ഞ് ഇതിൻ്റെ കൺസിസ്റ്റൻസിയൊക്കെ കണ്ട അധികം കട്ടിയല്ല അധികം ലൂസും അല്ല. അപ്പോൾ ഇത് പ്രത്യേകിച്ച് ഒന്നും ചേർക്കേണ്ടതില്ല. ഇത് നമുക്ക് ആദ്യം ഇലയെല്ലാം കുമ്പിൾ പോലെ കുത്തി വെക്കണം. എന്നിട്ട് അതിൽ നിറച്ചിട്ട് പുഴുങ്ങി അങ്ങ് എടുത്താൽ മതി. ഇത്രയേ ഉള്ളൂ കാര്യം. അപ്പോൾ ഒരു ഇല എടുത്തിട്ട് ഇതുപോലെ മടക്കിയ ശേഷം കുമ്പിൾ പോലെ മടക്കി ഒരു ഈർക്കിൽ കൊണ്ട് ഇങ്ങനെ അങ്ങ് പിൻ ചെയ്താൽ മതി അതിന്. അപ്പോൾ ഒരു കുമ്പിൾ പോലെ. എന്നിട്ട് ഇതിനകത്ത് വാരി ഒരു സ്പൂൺ കൊണ്ട് നിറച്ചിട്ട് നമുക്ക് പുഴുങ്ങിയെടുക്കാം. അതിൻ്റെ എല്ലാ ഇലയും ഇതുപോലെ ആദ്യം ചെയ്ത് വയ്ക്കണം. ഈ സ്പൂൺ കൊണ്ട് ഇങ്ങനെ കോരി വെച്ചിട്ട് അധികം അങ്ങ് നിറയെ വെക്കാതിരുന്നാൽ മതി. അല്പം സ്പേസ് ഇട്ടിട്ട് അതിങ്ങനെ ഇലകത്തോട്ടങ്ങ് മടക്കി വെച്ചാൽ മതി. അങ്ങനെ എല്ലാം നിറച്ച ശേഷം നമുക്കിത് പുഴുങ്ങാൻ വയ്ക്കാം. ഞാനൊരു സ്റ്റീമറിൽ വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇതെല്ലാം ഇങ്ങനെ നിറച്ച് വെച്ച ശേഷം അതിനകത്തോട്ട് വെച്ച് പുഴുങ്ങിയെടുക്കും. ഒരു 15 മിനിറ്റ് വേണം പുഴുങ്ങിയെടുക്കാൻ. ഇതെല്ലാം വെന്ത് റെഡിയായി. അപ്പോൾ നല്ല ഗുണവും രുചിയും മണവുമുള്ള ഈ വടനയിലപ്പം നിങ്ങൾ ഉണ്ടാക്കി നോക്കണേ. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു. ബൈ.